ലോകമെമ്പാടുമുള്ള കൈരളി ന്യൂസിൻ്റെ വള്ളംകളി പ്രേമികളെ വീണ്ടും ഒരിക്കൽ കൂടി പുന്നമടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുന്നമടയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ എല്ലാ ഹീറ്റ്സ് മത്സരങ്ങളും കണ്ടു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ആവേശങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ഓരോന്നായി ഫൈനൽസ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുന്നമടയിൽ നടക്കുന്നത് വെപ്പ് ബി ഗ്രേഡ് ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. വെപ്പ് ബി ഗ്രേഡ് വിഭാഗം വെപ്പ് വള്ളം നമുക്കറിയാം, പരുന്തുവാലൻ വള്ളം എന്നൊക്കെ പറയുന്നതാണ് വെപ്പ് വള്ളം നമുക്കറിയാം. ആ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുന്നു. 4 ട്രാക്കുകളിൽ 3 എണ്ണത്തിലാണ് വള്ളമുള്ളത്. ഒന്നാം ട്രാക്കിൽ 67-ാം നമ്പർ വള്ളം PG കരിപ്പുഴ, നടുഭാഗം കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന PG കരിപ്പുഴയാണെങ്കിൽ രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. 3-ാം ട്രാക്കിൽ പുന്നത്ര പുരയ്ക്കലാണ്, കവണാർ സിറ്റിയുടെ പുന്നത്ര പുരയ്ക്കൽ വള്ളമാണ്. 4-ാം ട്രാക്കിൽ ശ്രീ ശക്തീശ്വരത്തപ്പൻ ബോട്ട് ക്ലബിൻ്റെ ചിറമ്മേൽ തോട്ട് കടവൻ ഈ വള്ളമാണ്. ഈ 3 വള്ളങ്ങളാണ് നമുക്ക് കാണാം. മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. ആ വള്ളമില്ലാത്ത 2-ാം ട്രാക്കിലൂടെയാണ് ആ സ്പീഡ് ബോട്ട് കടന്നു വരുന്നത്. അതേസമയം 1-ൽ PG കരിപ്പുഴയുണ്ട്, 3-ൽ പുന്നത്രയാണ്, 64-ൽ ചിറമേൽ തോട്ടുകടവനാണ്. അപ്പോൾ തോട്ടുകടവൻ 4-ലുണ്ട്, 3-ൽ പുന്നത്ര പുരക്കലുണ്ട്, 1-ൽ PG കരിപ്പുഴ. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുന്നു. ഒരിക്കൽ കൂടി കൈരളി ന്യൂസിൻ്റെ ലോകമെമ്പാടുമുള്ള മലയാളി വള്ളംകളി പ്രേമികളെ സ്വാഗതം ചെയ്യുകയാണ്. കമൻ്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരനാണ്. ആവേശഭരിതമാണ് പുന്നമടയുടെ അന്തരീക്ഷം. ഇപ്പോഴും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിലേക്കുള്ള കാത്തിരിപ്പാണ്, എല്ലാവർക്കും ഒന്നറിയാം. അതിനു മുമ്പ് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലൊക്കെ നമുക്ക് നടത്താനുണ്ട്. ആ ലൂസേഴ്സ് ഫൈനലിലൊക്കെ മുമ്പ് ചുണ്ടൻ വള്ളങ്ങൾ വീണ്ടും കളത്തിലിറങ്ങുന്നതിന് മുൻപ് നമുക്ക് ചെറുവള്ളങ്ങളുടെ ഫൈനലൊക്കെ നടത്തിയേ തീരൂ. അപ്പോൾ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ വെപ്പ് വള്ളം എന്ന് വെച്ചാൽ രാജഭരണകാലത്ത് ചുണ്ടൻ വള്ളങ്ങളുടെ പടക്കപ്പലുകളായി പോയിരുന്ന സംഗതിയാണ് ഈ വരുന്ന. ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങൾ വെച്ചാൽ വലിയ ചുണ്ടൻ വള്ളങ്ങളാണല്ലോ. അപ്പോൾ തുഴക്കാർക്കും ഭടന്മാർക്കുമൊക്കെ ഭക്ഷണം, പടക്കപ്പലിലുള്ള തുഴക്കാർക്കും ഭടന്മാർക്കും ഭക്ഷണം എത്തിക്കാൻ, അതായത് നമ്മൾ പറയില്ലേ വെപ്പ് ജോലി എന്ന് പറഞ്ഞാൽ അരി വെപ്പ് അല്ലെങ്കിൽ ഭക്ഷണം വെപ്പ്, അങ്ങനെ വെപ്പുകാരെ അല്ലെങ്കിൽ വെപ്പ് ജോലി ഭക്ഷണം കൊണ്ടുപോകാനുള്ള വള്ളങ്ങളായതുകൊണ്ടാണ് ഈ വെപ്പ് വള്ളങ്ങൾ എന്ന് പേര് വരുന്നത് എന്നുള്ളത് ഒരു ഐതിഹ്യമാണ്. അണിയത്തിന് പ്രത്യേക ഒരു ആകൃതിയാണ്. നമുക്ക് ആ അണിയം ഒരു പ്രത്യേക ആകൃതിയിലാണ്. ഒരു 30, 35, 40 അതിനപ്പുറം പേരിൽ തുഴയത്തില്ല. അപ്പോൾ 40-45 അടി അല്ലെങ്കിൽ മാക്സിമം 65 അടിയൊക്കെയാണ് ഇതിന് വരുന്നത്. അമരം നോക്കുക, ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. അമരത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു മിനി ചുണ്ടൻ പോലെ കാണാം. ഇതാണ് വെപ്പ് വള്ളം. അങ്ങനെ ഈ വെപ്പ് വള്ളങ്ങളുടെ അതിൽ തന്നെ വെപ്പ് വള്ളങ്ങളുടെ ബി ഗ്രേഡ് ഫൈനലാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പുന്നമടയിൽ. PG കരിപ്പുഴ, എനിക്ക് തോന്നുന്നു കരിപ്പുഴയാണ് 1-ാം സ്ഥാനത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു. PG കരിപ്പുഴ, അതേപോലെ പുന്നത്ര പുരയ്ക്കലുണ്ട് 3-ാം ട്രാക്കിൽ. ചിറമേൽ തോട്ടുകടവനാണോ പുന്നത്രയാണോ കരിപ്പുഴയാണോ നമുക്കറിയില്ല. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഏതായാലും ഒരു ട്രാക്കിൽ വള്ളമില്ലെങ്കിൽ നമുക്കറിയാം 1-ാം ട്രാക്കിൽ, 1-ാം ട്രാക്കിലുള്ള PG കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗത്തിന് PG കരിപ്പുഴ അല്ല, കവണാർ സിറ്റിയുടെ പുന്നത്രയാണോ അല്ല, 1 അല്ലെങ്കിൽ 3 ഒരുമിച്ചാണ് ഫിനിഷ് ചെയ്തത്. ആണ് ഇത്തവണ നമ്മുടെ മത്സരത്തിൽ ഒരുപാട് ടൈം ലാപ്സ് ഉൾപ്പെടെയുള്ള, അതായത് ഫോട്ടോ ഫിനിഷിൻ്റെ അപ്പുറത്തേക്ക് മൈക്രോ സെക്കൻഡിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാൻ നമുക്കറിയാം. ഈ ഒരു ഫിനിഷ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രമേ, കാരണം അത് 1-ാം ട്രാക്കിൽ വരുന്ന കരിപ്പുഴയാണോ 3-ാം ട്രാക്കിൽ വരുന്ന പുന്നത്ര പുരക്കിലാണോ ഇതിൽ ജയിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ എന്താ പറയുക, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അരങ്ങേറിയത് എന്ന് പറയാം. ഏതായാലും 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ വെപ്പ് ബി ഗ്രേഡ് ഫൈനലാണ് ഇപ്പോൾ സമാപിച്ചത്.